പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നൽകുന്ന മനോഹരമായ ഒരു തിരുവചനം, സങ്കീർത്തന പുസ്തകം 127 വചനം 1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സങ്കീർത്തകനായ ദാവീദിലൂടെ നമ്മളോട് ഓരോരുത്തരോടും ഇതാ ഒരു വലിയ അഭിഷേകത്തിൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ദാവീദ് പഠിപ്പിക്കുകയാണ്. കർത്താവാണ് ഒരു കുടുംബത്തെ കാക്കുന്നത്. കർത്താവാണ് ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ വഴികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കട്ടെ. അങ്ങാണ് ഞങ്ങളുടെ കാവൽക്കാരൻ, അങ്ങയിലാണ് ഞങ്ങളുടെ ആശ്രയം. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമോ സമ്പത്തോ മാനുഷിക കഴിവുകളോ ഒന്നുമല്ല, മറിച്ച് നിൻ്റെ കഴിവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഈ ആത്മീയ മണിക്കൂറിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബം ഒരു വിദ്യാലയമാണ് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം ഒരു വിദ്യാലയമാണ്. ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനത്താൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വചനങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വചനം: നിങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈശോ പറയുന്നൊരു കാര്യം, ഒരു ഭവനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? കാറ്റ് വീശുമ്പോൾ, മഴ പെയ്യുമ്പോൾ കാറ്റിൻ്റെ ശക്തിയിൽ തകർന്നു പോകുന്നതും മഴവെള്ളത്തിൻ്റെ ശക്തിയിൽ ഒലിച്ചു പോകുന്നതുമാണ് വീടെങ്കിൽ നമ്മൾ അല്പം കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുടുംബം പണിയപ്പെടുമ്പോൾ അത് പാറപ്പുറത്ത് പണിയണം. മറ്റൊരു വാക്കിൽ വചനം സ്ഥിരീകരിക്കുന്നു, നിൻ്റെ വീട് പണിയപ്പെടേണ്ടത് ദൈവവചനത്തിലാണ്, ദൈവിക ശക്തിയിലാണ്. കാറ്റിലും മഴയിലും ചോർന്നു പോകുന്ന, നശിച്ചു പോകുന്ന ഒന്നിലായിരിക്കരുത്. കുടുംബങ്ങൾ ദൈവം നൽകിയ വലിയൊരു സമ്മാനമാണ്. നമ്മളൊക്കെ കുടുംബത്തിൽ പിറന്നവരാണ്. എല്ലാ വ്യക്തികൾക്കും കുടുംബത്തോട് ഏതെങ്കിലും വിധത്തിൽ ഒരു ബന്ധമുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരു വൈദിക കുടുംബ കൂട്ടായ്മയിൽ അംഗമാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്കൊക്കെ ഒരു കുടുംബങ്ങളുണ്ട്. ഒരു സിസ്റ്റർ ഒരു കോൺവെൻറ്റിൻ്റെ കുടുംബത്തിലാണെങ്കിൽ, ഒരു സാധാരണ വ്യക്തി ആ വ്യക്തിയുടെ മാതാപിതാക്കളുടെ കുടുംബത്തിലാണ്. നമ്മളായിരിക്കുന്ന സ്ഥാപനങ്ങൾക്കൊരു കുടുംബത്തിൻ്റെ മഹത്വമുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഇതാ തിരുവചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, കുടുംബം അതൊരു വിദ്യാലയമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടുംബം ഒരു വിദ്യാലയമാണെങ്കിൽ ആ വിദ്യാലയത്തിലെ തുറന്ന പാഠപുസ്തകങ്ങളാണ് മാതാപിതാക്കൾ. മക്കൾ നിങ്ങളാവുന്ന പാഠപുസ്തകം കണ്ടാണ് പഠിക്കുന്നത്. സ്കൂളിലെ പുസ്തകങ്ങളും പാഠ്യവസ്തുക്കളും രണ്ടാമത്. ആദ്യമേ പഠിക്കുന്ന പാഠപുസ്തകം അപ്പനായ അമ്മയായ ഓരോ വ്യക്തിയെയുമാണ്. ആ കുഞ്ഞിൻ്റെ ചെറുപ്പത്തിൽ മുതൽ ആദ്യം തൊട്ട് കാണുന്ന, പിച്ച വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പേ കാണുന്ന മുഖമെന്ന് പറയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും മുഖമാണ്. കുടുംബം ഒരു വിദ്യാലയമാണ്. ആ കുടുംബത്തിൽ മാതാപിതാക്കളാവുന്ന പാഠപുസ്തകം മനോഹരമായിട്ട് രചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഗ്രഹിക്കുന്ന
അത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ അതനുസരിച്ച് വളരും. അവർ അവരുടെ ജീവിത രീതികളിൽ കണ്ടു വളർന്ന ജീവിത വഴികൾക്കനുസരിച്ച് അവർ പോകാൻ തുടങ്ങൂ. പ്രിയപ്പെട്ടവരെ, നല്ല മാതൃക കൊടുക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം. നല്ല മാതൃക കൊടുക്കണം. നല്ല മാതൃക കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ നല്ല പാഠപുസ്തകങ്ങളായി മക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടി വരും. മാതാപിതാക്കളെ മക്കളെ വളർത്തി വലുതാക്കുന്നതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ പ്രവർത്തനം എല്ലാം മക്കൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളിൽ ഒരമ്മ മകനെ കൂട്ടിക്കൊണ്ടുവന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയേ? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഇവനുണ്ടല്ലോ വാ തുറന്ന ചീത്ത വാക്കേ പറയൂ. അച്ഛാ ഇവൻ്റെ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഇവൻ്റെ ഈ ചീത്ത വാക്ക് എവിടുന്നാണാവോ ഇവൻ പഠിച്ചത്, ഇതൊന്ന് പോട്ടെ അച്ഛാ, ഇവൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇവൻ്റെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ഞാൻ ഇവൻ്റെ മുഖം നോക്കി, അമ്മയുടെ മുഖം നോക്കി, ഇവൻ്റെ മുഖം നോക്കി. ഞാൻ അങ്ങനെ രണ്ടാമത് നോക്കിയ അവസരത്തിൽ അമ്മ പറഞ്ഞു, അച്ഛാ എൻ്റെയും കൂടെ തലയ്ക്ക് പിടിച്ചോളൂ. മനസ്സിലായോ? ഈ കുട്ടി ഈ ചീത്തവാക്ക് പറയുന്ന ശീലം എവിടുന്നാ പഠിച്ചേ? ഗർഭപാത്രത്തിൽ കിടന്നത് ട്രെയിനിങ് കിട്ടി വന്നതല്ലല്ലോ. മറിച്ച് കേട്ടത് തലയിലോട്ട് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ തലയ്ക്കകത്തോട്ട് വന്നിരിക്കുക. ഇവൻ്റെ വായിൽ നിന്ന് വീഴുന്നത് അപ്പനും അമ്മയും പറയുന്ന സംസാരങ്ങളുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മക്കൾ പലതും കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന്. എന്നാൽ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ നടപ്പും നിങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ കാണുന്നുണ്ട്. മക്കൾ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, അവരതെല്ലാം അതുപോലെ അനുകരിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ഒരു നല്ല അപ്പനും അമ്മയുമായി മക്കൾക്ക് മുമ്പിൽ ജീവിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൻ്റെ ധന്യത അടങ്ങിയിരിക്കുന്നത്. നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല മാതാപിതാക്കളുടെ നിങ്ങളുടെ സംസാരമാണ്. സംസാരം വളരെ ശ്രദ്ധിക്കണം. ഈ സംസാരം വഴി നിങ്ങളുടെ മക്കൾക്ക് അസ്വസ്ഥത നിങ്ങൾ ജനിപ്പിക്കരുത്. കാരണം ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക്, ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാവാം, ഈ കുഞ്ഞുങ്ങൾ ഈ വഴക്ക് കേൾക്കുന്നുണ്ട്. അപ്പനും അമ്മയും തമ്മിലുള്ള സംസാരത്തിലെ അടിപിടി വഴക്ക്, മിക്കവാറും വഴക്കുണ്ടാക്കുമ്പോൾ വായിൽ നിന്ന് വീഴുന്നത് സുഹൃത ജപങ്ങളൊന്നും അല്ലല്ലോ. വായിൽ നിന്ന് വീഴുന്നത് ചീത്തവാക്ക്. ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യയുടെ കുടുംബചരിത്രം മുഴുവൻ, എല്ലാ കുറവുകളും ബലഹീനതകളും ഒന്നിനു പിറകൊന്നായി അങ്ങ് വീഴ്ത്തും. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? കുട്ടി കേൾക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ദേഷ്യവും അരിശവും ഉള്ളിലുള്ളത് കൊണ്ട് പറയുന്നതെല്ലാം നല്ല കാര്യങ്ങളൊന്നുമല്ലല്ലോ. പറയുന്നത് മുഴുവൻ ഭർത്താവിൻ്റെ കുറവുകളും ബലഹീനതകളും കുടുംബചരിത്രം മുഴുവൻ അതിങ്ങനെ വാഴ്ത്തും. പ്രിയപ്പെട്ടവരെ, കുട്ടി കേൾക്കും. ആ സമയം ഒന്നും മിണ്ടില്ല. എന്നാൽ പിന്നീട് നിങ്ങൾ ആ കുട്ടിയെ ഏതെങ്കിലും കാര്യത്തിന് വഴക്ക് പറയാൻ ചെല്ല്. അപ്പോൾ കുട്ടി പറയും, അപ്പനും അമ്മയൊന്നും അധികം വലിയ വർത്താനമൊന്നും പറയണ്ട, നിങ്ങളുടെ കുടുംബചരിത്രമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ദയവ് ചെയ്ത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വഴക്കുണ്ടാക്കരുത്. അത്രമാത്രം വഴക്കുണ്ടാക്കണമെന്നൊരാഗ്രഹം വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തുപോയി ഏതെങ്കിലും തുറസായ പാർക്കിലോ എവിടെയെങ്കിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിച്ച് ആ വിഷമമൊക്കെ തീർത്തിട്ട് തിരിച്ചു വാ. മക്കളുടെ മുമ്പിൽ നിങ്ങൾ ദുർമാതൃക കൊടുത്താൽ ആ മക്കൾ അത് കണ്ടു വളരും. അവരുടെ തലയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അവരത് ആവർത്തിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ലത് കൊടുത്താൽ നല്ലത് ആവർത്തിക്കും, ചീത്തത് കൊടുത്താൽ ചീത്തത് ആവർത്തിക്കുമെന്നാണ്. നല്ല കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുത്താൽ അത് മക്കളുടെ തലയിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യപ്പെടും. മാതാപിതാക്കളെ, നിങ്ങൾ തുറന്ന പാഠപുസ്തകങ്ങളാണ്. നിങ്ങളുടെ നടപ്പും നിപ്പും രീതിയും ഒക്കെയാണ് നിങ്ങളുടെ മക്കൾ ഇന്നായിരിക്കുന്നത്. ഞാനൊരു രസകരമായ സംഭവം പറയാം.
പോട്ട ആശ്രമത്തിൽ നിന്ന് നീണ്ട നാളുകൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഇൻചാർജായിരുന്നു ഞാൻ. ആ ധ്യാന ശുശ്രൂഷയുടെ പ്രത്യേകത ഇടവകളിൽ പോയി താമസിക്കണം, ഇടവകളിൽ വീട് സന്ദർശനം നടത്തണം, അവർക്ക് വേണ്ടി ഒരാഴ്ചക്കാലം താമസിച്ച് ധ്യാനം നടത്തണം, പോപ്പുലർ മിഷൻ ധ്യാനം. അതിൻ്റെ ഭാഗമായിട്ട് വീട് സന്ദർശനങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിടവകയിൽ വീട് സന്ദർശനം. വഴി കാണിക്കാമെന്ന വ്യക്തി പറഞ്ഞു, അച്ഛാ ഞാൻ ദേ അടുത്ത വീട്ടിലോട്ട് പോകുന്നു, ഈ വീട്ടിൽ അച്ഛൻ കയറിക്കോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ കുടുംബനാഥയുമുണ്ട്, ഇളയ മകനുമുണ്ട്. ഇവർ നീണ്ട നാളുകൾ വിദേശത്തായിരുന്നു, ഇപ്പോൾ അവധിക്ക് വന്നിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ധ്യാനമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, വരണം. കുടുംബനാഥൻ ഇവിടെ പോയി പുറത്തു പോയിരിക്കുക? ഇല്ല, അവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നതിനിടയിൽ ഈ കുടുംബനാഥ പറഞ്ഞു, അച്ഛാ പാൽ ചായ ഇരിക്കുന്നില്ല, കട്ടൻ ചായ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഞാൻ പറഞ്ഞു എടുത്തോ, എന്തെങ്കിലും കുടിക്കണമെന്നുള്ള ആഗ്രഹം, കട്ടൻ ചായയെങ്കിൽ കട്ടൻ ചായ എടുത്തോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ അടുക്കലിരുന്ന ഈ കുടുംബത്തിലെ ഇളയ കുട്ടി അവനും അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കും ഒരു കട്ടൻ കാപ്പി. അപ്പം ഞാൻ ചിന്തിച്ചു, കട്ടൻ കാപ്പിയെ കുടിക്കുന്ന കുട്ടികളുണ്ടോ? നല്ല കൊള്ളാമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൻ്റെ അമ്മ അതാ 2 ഗ്ലാസ് കട്ടൻ കാപ്പി കൊണ്ട് ഞങ്ങളുടെ 2 പേരുടെ മുമ്പിൽ കൊണ്ട് വെച്ചു. ഉടനെ തന്നെ ഇവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ എടുത്തോളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ നോക്കി നിൽക്കെ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അവൻ്റെ അമ്മ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് വെച്ചു. ഞാൻ കട്ടൻ കാപ്പി കുടിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, അവൻ ഈ പച്ചവെള്ളവും കട്ടൻ കാപ്പിയും തമ്മിൽ മിക്സ് ചെയ്യാൻ തുടങ്ങി. കാര്യം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാനപ്പോൾ ഇത് വളരെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ അമ്മ ഈ കാഴ്ച കണ്ടിട്ട് നേരെ ഓടി അടുക്കള വശത്തേക്ക് ഓടി. ഞാൻ ഇവനോട് ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നേ? കട്ടൻ വെള്ളത്തിൽ ആരെങ്കിലും പച്ചവെള്ളം കലക്കുമോ? അപ്പോൾ അവൻ പറഞ്ഞു, ഉണ്ടല്ലോ, എൻ്റെ ഡാഡി എല്ലാ ദിവസവും അതാ ചെയ്യാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഞാൻ സംസാരിച്ചു വന്നപ്പോഴാണ് എല്ലാ ദിവസവും അവൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. വീട്ടിൽ ഡാഡി വന്നു കഴിയുമ്പോൾ മുറിയിൽ, ആ ഡാഡിയുടെ മുറിയിൽ ഇവൻ ഒളിഞ്ഞു പലവട്ടം കണ്ടിട്ടുണ്ട്. കട്ടൻ വെള്ളം പോലത്തെ കറുത്ത ഏതോ വെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്യുന്നു, ഡാഡി ഒറ്റ വലിക്ക് കുടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവനിപ്പോൾ കട്ടൻ കാപ്പിയിലാണ് മിക്സ് ചെയ്ത് കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എന്താവും? വളർന്നു കഴിയുമ്പോൾ അവൻ പച്ചവെള്ളം പോലും ചേർക്കാതെ കുടിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യം. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പല പ്രവൃത്തികളും നിങ്ങളുടെ മക്കൾ കാണുന്നില്ലെന്ന്. എന്നാൽ ഞെട്ടലോടെ തിരിച്ചറിയണം, അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ മക്കൾ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നാളുകളിൽ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കുടുംബമെന്ന് പറയുന്നൊരു വിദ്യാലയമാണെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ തുറന്ന പാഠപുസ്തകങ്ങളാണ്. നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളുടെ മക്കൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ അടുത്ത നാളിൽ എൻ്റെ പ്രിയ സ്നേഹിതനായ ഒരു വൈദികൻ പങ്കുവച്ച സംഭവം. അച്ഛന് ഒരു പെൺകുട്ടി ഒരു എഴുത്തെഴുതിയിരിക്കുന്നു. ആ എഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അച്ഛാ ഞാൻ ഒത്തിരിയേറെ പാപബലഹീനതകൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. പ്രത്യേകിച്ച് അച്ഛാ ഞാൻ ജഡിക പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം ആ ലെറ്ററിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, അച്ഛാ ഞാൻ ആദ്യമായിട്ട് ഈ ജഡിക പാപ പ്രവർത്തികൾ കണ്ടത് അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. ജഡിക പാപങ്ങൾ കണ്ടത് അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. ഇന്ന് ഈ പെൺകുട്ടി സങ്കടത്തോടെ ആ ലെറ്റർ എഴുതി വച്ചിരിക്കുന്നു, ഞാൻ ബ്ലൂ ഫിലിം കാണുന്നതിനടിമയാണ്. അതിൻ്റെ അവസാനത്തെ കാര്യമാണ് എഴുതി വച്ചിരിക്കുന്നത്, ഞാൻ ഇത് ആദ്യമായിട്ട് കണ്ടത് അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഈ അച്ഛനെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യം, അച്ഛാ അച്ഛൻ എവിടെയെല്ലാം പ്രസംഗം പറയുന്നുണ്ടോ അവിടെയെല്ലാം ഇത് പറയണം. കാരണം മക്കൾ വളർന്നു വരുന്നത് മാതാപിതാക്കളെ കണ്ടിട്ടാണ്. അച്ഛാ ഞാൻ ഇന്ന് ഈ പാപബന്ധനത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ അത് എന്നിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വിഷം ഞാൻ എൻ്റെ അപ്പൻ്റെ മൊബൈൽ ഫോൺ കണ്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കാലം വളരെയധികം വികസിച്ചതുകൊണ്ട് നമ്പർ ലോക്കിട്ടും പലവിധ സോഫ്റ്റ്വെയർ കൊണ്ടും നീ നിൻ്റെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ നിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പലതും നീ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങളുടെ മക്കൾ. കാരണം നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കണ്ട. മാതാപിതാക്കളെ നിങ്ങളെ വിറ്റ പൈസ കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നത്. അത്രയും അപ്ഡേറ്റഡ് ആണ് അവർ. ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം? വെറും 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ കൈകളിലേക്ക് കൊടുക്ക്, അവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം. കഴിഞ്ഞ നാളിൽ ഞാൻ കണ്ടൊരു കാഴ്ച ഇങ്ങനെയുണ്ട്. അപ്പൻ മകൻ്റെ അടുക്കെ ചെന്ന്, മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഓൾട്ടർ ബോയ് ആണ്.
എനിക്ക് പരിചയമുള്ള ചെറുക്കനാണ്. അപ്പോൾ ഈ അപ്പനെ എനിക്കറിയാം. അപ്പോൾ അപ്പൻ കയ്യും കെട്ടിച്ചെന്ന് ഈ മകൻ്റെ പുറകെ നിന്നിട്ട് മകനോട് പറയുന്നു, മോനെ എടാ എന്നെയും പഠിപ്പിക്ക്. അപ്പം ഞാൻ ഈ അപ്പൻ്റെ അടുക്കെ ചെന്നിട്ട് ചോദിച്ചു, ഇത് എന്നാ പഠിപ്പിക്കാനേ പറയണേ? അപ്പോൾ ഈ അപ്പൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവനോട് പറ, അച്ഛൻ പറഞ്ഞാൽ കേൾക്കും, അച്ഛാ അവനോട് പറ ആ മൊബൈലിലെ ആ ഗെയിമെന്ന് എന്നെ പഠിപ്പിക്കാൻ പറ. മനസ്സിലായോ? അപ്പൻ മകൻ്റെ പുറകെ നടക്കുകയാണ് ഗെയിം പഠിച്ച് കിട്ടാൻ മൊബൈൽ ഫോണിലെ. കാലം മാറി, രീതി മാറി, വിദ്യാഭ്യാസ ചിന്തകൾ മാറി. മാതാപിതാക്കൾ ഡിഗ്രിക്ക് പഠിച്ചിരുന്നതൊക്കെ ഈ മക്കൾ 5ാം ക്ലാസ്സിൽ പഠിക്കും. അത്രയും ബുദ്ധിയുടെ വികസനം അവർക്കിടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് ലഭിക്കാതെ പോകുന്നത് ദൈവത്തെക്കുറിച്ചും ദൈവീ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ജ്ഞാനമാണെങ്കിൽ മാതാപിതാക്കളെ തുറന്ന പാഠപുസ്തകമായി നിങ്ങളുടെ മക്കൾക്ക് അപ്രകാരമുള്ള അറിവ് കൊടുക്കുക. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 2-ാം തിരുവചനം, മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും, സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യാം. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അഭിമാനിക്കാം. ചോദിക്കുന്നതെല്ലാം കൊടുത്തു വളർത്തരുത്. അവരുടെ ആഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും നിന്ന് കൊടുക്കരുത്. അപകടം സൃഷ്ടിക്കും. ഇന്നെന്ത് സംഭവിച്ചു? കുടുംബത്തിൽ 1-2 കുഞ്ഞുങ്ങളെ ഉള്ളൂ. മാതാപിതാക്കൾക്ക് പേടിയാണ്. രാവിലെ സ്കൂളിലോട്ട് കുട്ടി ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ കുട്ടിക്കാണോ വിശപ്പ്, അമ്മയ്ക്കാണോ വിശപ്പ്? അമ്മയ്ക്കാ വിശപ്പ്. അമ്മയുടെ ഉള്ളിൽ ആദിവ്യാധി വെപ്രാളം. മകനോ മകളോ സ്കൂൾ വിട്ട് അല്പം കഴിഞ്ഞു കഴിഞ്ഞാൽ, എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് എത്തുന്നില്ല എങ്കിൽ അമ്മയ്ക്ക് ആദിവ്യാധി വെപ്രാളം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾക്ക് എല്ലാം കൊടുത്തു വളർത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ ശിക്ഷണം കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുത്തില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കും. അവർ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തും. മറ്റൊരു വചനം പഠിപ്പിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 13-ാം തിരുവചനം, 23:13, കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട, വടികൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുക, നീ നിൻ്റെ മകനെയോ മകളെയോ അടിക്കാൻ വേണ്ടിയിട്ട് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നന്നായിട്ട് അടിക്കേണ്ട പ്രായത്തിൽ അടിച്ചോ. അങ്ങനെയൊക്കെ അടി കിട്ടിയവരാ നമ്മളൊക്കെ. കിട്ടേണ്ട പ്രായത്തിൽ അടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓർമ്മയിലുണ്ടാവും, നന്മയ്ക്ക് വേണ്ടിയുള്ള ഓർമ്മ. പ്രിയപ്പെട്ടവരെ, അവനെ നീ അടിച്ചെന്ന് വിചാരിച്ച് അവൻ മരിച്ചൊന്നും പോകത്തൊന്നുമില്ല. മക്കളെ തല്ലിക്കോളാനല്ല ഞാൻ ഈ പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം, ഓരോ സംസ്കാരത്തിനും ഓരോ രീതികളുണ്ട്. കേരളത്തിൽ മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് പോലെയല്ല മറുനാട്ടിലുള്ള മലയാളികൾ മക്കളെ വളർത്തുന്നത്. ബോംബെയിലും ബാംഗ്ലൂരും ഡൽഹിയിലും തുടങ്ങിയിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല ഗൾഫിൽ സംഭവിക്കുന്നത്. മക്കളെ വളർത്തുന്നത് അവിടുത്തെ പോലെയല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ പലർക്കും പേടിയുണ്ട്, അസ്വസ്ഥതയുണ്ട്. പ്രിയപ്പെട്ടവരെ, തല്ലേണ്ട പ്രായത്തിൽ തല്ലണമെന്ന് വചനം പറയുക. ഏത് സംസ്കാരമാണെങ്കിലും, യൂറോപ്യൻ കൾച്ചറാണെങ്കിലും, നീ ഏത് സംസ്കാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ നീ ശിക്ഷിക്കേണ്ട പ്രായത്തിൽ അവരെ ശിക്ഷിക്കണം. മറ്റൊരു വചനം കൂടെ പഠിപ്പിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം 24-ാം തിരുവചനം, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗ്രത കാട്ടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. മക്കളെ വളർത്തി വരുമ്പോൾ ചോദിക്കുന്നത് മുഴുവൻ കൊടുത്തല്ല, മറിച്ച് പറഞ്ഞു കൊടുക്കണം. ശിക്ഷ കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യും, അവർ അസ്വസ്ഥപ്പെടും. ഒരു പ്രായം കഴിയുമ്പോൾ അവർ കിട്ടാതെ വരുമ്പോൾ അവർ മുറുമുറുക്കാൻ തുടങ്ങും. ഈ അടുത്ത നാളിൽ ഞങ്ങളുടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ മകനെയും കൊണ്ട് അമ്മ വന്നിട്ട് ഈ മകൻ ധ്യാനത്തിനിരിക്കുന്നുണ്ട്. ധ്യാനത്തിൻ്റെ 1-ാം ദിവസം തന്നെ എനിക്ക് പരിചയമുള്ള കുടുംബത്തിലേതായതുകൊണ്ട് ഞാൻ ഈ ചെറുക്കനെ മുൻപോട്ടൊന്ന് കയറ്റിയിരുത്താൻ ശ്രമിച്ചു. ഏറ്റവും പുറകിലായിരിക്കുന്നത്, 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, മോനെ നീ ഏറ്റവും മുമ്പിൽ വന്നിരിക്കുക, വചനം കേൾക്ക്, എഴുതിയെടുക്ക്. അവൻ പറഞ്ഞു, ഞാൻ വരില്ല. ധ്യാനത്തിൽ പങ്കെടുക്കാമെന്നേ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടല്ലോ. ഞാൻ ഇടവേള സമയത്ത് അമ്മയെ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? ആ മകൻ എന്താ മുമ്പോട്ട് വരാത്തത്?
അച്ഛാ അവൻ അങ്ങനെയാ, ധ്യാനത്തിന് വരാൻ ഇഷ്ടമില്ല, പ്രാർത്ഥനയ്ക്ക് വരാൻ ഇഷ്ടമില്ല. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? അതൊരു തന്ത്രമൊക്കെ ഉപയോഗിച്ച അച്ഛ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ തന്ത്രം? അച്ഛാ, അവൻ കുറേ നാളായിട്ട് മൊബൈൽ ഫോൺ ചോദിക്കുന്നു. അവന് ഞാൻ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാനത്തിൽ അവനെ കൊണ്ടുവന്നത് അവൻ ചോദിച്ചിരിക്കുന്നൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് എത്രയോ തന്ത്രങ്ങളിലൂടെയാണ് മാതാപിതാക്കൾ കാര്യം നേടുന്നത്. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിനക്കൊരു മൊബൈൽ ഫോൺ കിട്ടും. അവനാ 8ാം ക്ലാസ്സുകാരൻ ധ്യാനത്തിൻ്റെ ഹോളിൽ ഏറ്റവും പുറകിരിക്കുമ്പോൾ അവൻ്റെ സ്വപ്നത്തിൽ മുഴുവൻ ഈ മൊബൈൽ ഫോണാണ്. ധ്യാനം കഴിയുമ്പോൾ എന്തൊക്കെ പുകിലുകളുണ്ടാവും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ചോദിക്കുന്നതെല്ലാം കൊടുത്ത് നിങ്ങളുടെ മക്കളെ വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പിന്നീട് ഭീഷണി ഉണ്ടാക്കും. മാതാപിതാക്കൾക്ക് നാദിവ്യാധി വെപ്രാളമാണ്. മക്കളെ വളർത്തി വലുതാക്കുമ്പോൾ അവർക്കെല്ലാം കൊടുത്തു വളരാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുടുംബം ഒരു വിദ്യാലയമാണെങ്കിൽ വിദ്യാലയത്തിൽ ചില ശിക്ഷണ രീതികളുണ്ട്. ആ ശിക്ഷണ രീതികൾ മക്കൾക്ക് കൊടുക്കുന്നതിൽ നമ്മൾ ജാഗ്രത ഉള്ളവരായിരിക്കണം. പല മക്കളുടെയും ചിന്ത എന്ന് പറയുന്നത് അപ്പനും അമ്മയും പണം കായ്ക്കുന്ന മരമാണ്, പിടിച്ചു കുലുക്കുമ്പോഴത്തേക്ക് പണം ഇങ്ങനെ വീഴും. അപ്പനും അമ്മയും പണം കായ്ക്കുന്ന മരമല്ല, മറിച്ച് അധ്വാനിച്ച് വിയർപ്പിൻ്റെ ഭാഗമായിട്ടാണ് മക്കളെ വളർത്തി വലുതാക്കുന്നതെന്ന് ആ മക്കൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നീ നിൻ്റെ കഷ്ടപ്പാടിൻ്റെ ചരിത്രം അവരെ പറഞ്ഞു കൊടുക്കണം. നിൻ്റെ അധ്വാനത്തിൻ്റെ കൈത്തഴമ്പ് നിൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ചോദിക്കുന്നതെല്ലാം കൊടുത്തു വളർത്തരുത്. നമ്മുടെ ലോകം അങ്ങനെ ആയിപ്പോയി. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പശ്ചാത്തലം അങ്ങനെ ആയിപ്പോയി. അവർ വന്ന് പരാതി പറയുമ്പോൾ അവർ പറയുന്ന പരാതി എന്താ? അവർക്കെല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എനിക്ക് മാത്രം ഇങ്ങനെയില്ല. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ബൈക്ക് വേണമെന്ന് ആരാ ഇത്ര നിർബന്ധിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുവട്ടത്തും അപകട പരമ്പര ഏറുമ്പോൾ ഏറ്റവും കൂടുതൽ ബൈക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് ഏത് തലമുറയ്ക്കാണ്? പ്രത്യേകിച്ച് +1 +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ലൈസൻസ് കിട്ടാൻ പ്രായം പോലും ആകുന്നതിന് മുമ്പ് അത് ഓടിച്ച് അപകടങ്ങൾ. യാത്രയ്ക്ക് ഉപകാരപ്രദമാവുന്നതാണ് ഒരു വാഹനം, എന്നാൽ നിൻ്റെ സാഹസികതയ്ക്ക് കൂട്ടുനിൽക്കാനല്ല ഒരു വാഹനം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബം ഒരു വിദ്യാലയമാണെങ്കിൽ ആ വിദ്യാലയത്തിൽ മക്കൾക്ക് നല്ല മാതൃകകൾ കൊടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ നാളൊരു കാർട്ടൂൺ കണ്ടത് ഇങ്ങനെയാണ്. ഒരപ്പൻ കസേരയിലിരുന്ന് സിഗരറ്റ് വലിച്ച് ഇങ്ങനെ കറക്കി വിടുന്നു. രണ്ടാമത്തെ ചിത്രം, അപ്പൻ എഴുന്നേറ്റ് പോയി, ശൂന്യമായ കസേര, താഴത്ത് കുറേ സിഗരറ്റ് കുറ്റികൾ കിടക്കുന്നുണ്ട്. മൂന്നാമത്തെ ചിത്രം, ഇളയ കുഞ്ഞ് ആ കസേര കയറിയിരുന്ന് ആ സിഗരറ്റ് ഇങ്ങനെ വലിക്കാൻ ശ്രമിക്കുന്നു. അതിങ്ങനെ പുകച്ചുരുളുകൾ പുറത്തോട്ട് വരുമ്പോൾ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, തന്തയ്ക്ക് പിറന്ന മകൻ. അപ്പൻ്റെ അതേ സ്വഭാവം. പ്രിയപ്പെട്ടവരെ, ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ വളരും. അത് കുടുംബജീവിത വഴികളിൽ മാതാപിതാക്കളെ നിങ്ങളുടെ തലയിൽ അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കണം. നല്ല മാതൃകകൾ കൊടുക്കാനായിട്ടുള്ളൊരു പ്രയോഗം, നല്ല മാതൃകകൾ കൊടുക്കാനുള്ള ഒരു ആജ്ഞാശീലം. കുടുംബ പ്രാർത്ഥനാ സമയത്ത് മാതാപിതാക്കൾ മുട്ടുകുത്തി കൈകൂപ്പി കാണിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. അല്ലാതെ മാറി കസേരയിരുന്നിട്ട് വടക്കോട്ട് നോക്കിയിരുന്നിട്ടടാ മുട്ടുകുത്തട എന്ന് പറഞ്ഞാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പൻ വടക്കോട്ട് നോക്കിയിരിക്കുന്നു, കാലും കയറ്റിയിരിക്കുന്നു. പിന്നെ ഞാൻ എന്തിനാ മുട്ടുകുത്തുന്നത്? അപ്പാ അമ്മേ, നീ മുട്ടുകുത്തി കൈകൂപ്പി കാണിച്ചാൽ നിൻ്റെ മക്കൾ നിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കും. രാവിലെ നീ എഴുന്നേറ്റ് നിൻ്റെ മകനെ വിളിച്ച് വാടാ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ കൂടെ വരും. അല്ലാതെ നീ അവിടെ കിടന്നുറങ്ങിയിട്ടടാ നീ പോടാ എന്ന് പറഞ്ഞാൽ കാലമോശമാണ്. മക്കൾ തിരിച്ചു പറയും, നീ പോടാന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുക. ഒരു കുടുംബത്തിൻ്റെ നന്മയെന്ന് പറയുന്നത് കുടുംബം ഒരു വിദ്യാലയമായിട്ട് രൂപപ്പെടുമ്പോൾ ആ വിദ്യാലയത്തിലെ തുറന്ന പാഠപുസ്തകമായ മാതാപിതാക്കളുടെ കൈകളിലാണ് ജീവിതത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, നമ്മളൊക്കെ ഏതെങ്കിലും കുടുംബങ്ങളോട് ചേർന്നിട്ടുള്ളവരാണ്. ഇതൊരു അപ്പനും അമ്മയും മക്കൾക്ക് കൊടുക്കേണ്ട മാതൃക മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല മാതൃക. കാരണം നമ്മളൊക്കെ തുറന്ന പാഠപുസ്തകങ്ങളാണ്. തീർച്ചയായും
ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.